നമസ്കാരം. സംഭവബഹുലമായ ഒരു മന്ത് കടന്നുപോയി. ഫെബ്രുവരി മാസം ഓപ്ഷൻ റൈറ്റേഴ്സിനെ സംബന്ധിച്ച്, ഈവൻ ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചും വളരെയധികം ഒരു സ്ട്രഗിളായ അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു മന്തായിരുന്നു. കാരണം വിക്സ് 13 നിന്ന് 18 സ്പൈക്ക് ചെയ്തു. ഇന്നലെ ഇന്ത്യൻ വിപണി ഉണ്ടാക്കിയ ഒരു സീവിയർ സെൽ ഓഫിന് ശേഷം ഇന്ന് എല്ലാ ഇൻഡെക്സും ഗ്രീനിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു 4 ആഴ്ചയിലെ നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് ആദ്യം നോക്കാം. ഇത് നമ്മൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ക്യാൻഡിലാണ്. 21,536 ലോ ക്രിയേറ്റ് ചെയ്തു. അതേ നിഫ്റ്റി തന്നെ 22,300 ഹൈ ക്രിയേറ്റ് ചെയ്തു. നിഫ്റ്റിയുടെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 700 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നേരെ സൂചിപ്പിച്ച പോലെ തന്നെ 700 പോയിന്റ് ട്രേഡിംഗ് റേഞ്ച് സമീപ സമയത്ത് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഹൈയും ലോയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമാണ് 700 പോയിന്റ്. നിഫ്റ്റിയുടെ ഇന്നത്തെ ചാർട്ടിലേക്ക് നമുക്ക് പോകാം. ഇന്ന് നിഫ്റ്റിയുടെ ഓപ്പണിംഗ് റേഞ്ച് കാണാം 21,921. ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് ലോ ക്രിയേറ്റ് ചെയ്തു 21,880 വരെയൊക്കെ നിഫ്റ്റി പോയി. ഇന്നലത്തെ പോലെ സമാനമായ രീതിയിലേക്ക് പോകുമോ എന്ന് ഭയന്നു. എന്നാൽ പതിയെ കൺസോൾഡേറ്റ് ചെയ്ത് ഇൻട്രാഡേ ലോയിൽ നിന്ന് 171 പോയിന്റ് റാലി രേഖപ്പെടുത്തി 22,042, അതായത് 22,000 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം 22,042 ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം നിഫ്റ്റി ക്ലോസ് ആയിരിക്കുന്നത് 21,982 എന്ന റേഞ്ചിലാണ്. 31 പോയിന്റ് കഴിഞ്ഞ ദിവസം ക്ലോസിന് മുകളിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 200 പോയിന്റ്, ബാങ്ക് നിഫ്റ്റി 157 പോയിന്റിന്റെ ഒരു നേട്ടം ഉണ്ടാക്കി. NSEയിൽ 1108 കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്തപ്പോൾ 1000 കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് അദാനി എന്റർപ്രൈസസ്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, M&M, അദാനി പോർട്ട് തുടങ്ങിയ കമ്പനീസ് 2% മുതൽ 2.5% വരെയുള്ള റാലി രേഖപ്പെടുത്തിയപ്പോൾ അപ്പോളോ ഹോസ്പിറ്റൽ, ബജാജ് ഓട്ടോ, L&T മൈൻട്രി, ഐഷർ മോട്ടോഴ്സ്, UPയിൽ തുടങ്ങിയ കമ്പനീസ് 1.5 മുതൽ 4% വരെയുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇന്ന് മാർക്കറ്റിലുള്ള പ്രധാന കമ്പനീസിൻ്റെ സ്റ്റോക്കിംഗ് ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തതിനു ശേഷം മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ആദ്യം എക്കണോമിനെ സംബന്ധിച്ചുള്ള 2 വാർത്തകളാണ്. ആദ്യം ഇന്ത്യയുടെ GDP ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. 7.6 നിന്ന് 8.4. ഇന്നലെ US GDP ഡേറ്റ വന്നു 3.2 നിന്ന് 3.3 നിന്ന് 3.2 എന്ന നിലയിലേക്ക്. അപ്പോൾ ഇന്നലെ US നിന്ന് അത്ര മോശമല്ലാത്ത GDP ഡേറ്റ വന്നതുകൊണ്ടാണ് US മാർക്കറ്റ് ഇന്നലെ ഫ്ലാറ്റായ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചതും ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് റിക്കവറി രേഖപ്പെടുത്താനായിട്ട് പറ്റിയതും. എക്കണോമിനെ സംബന്ധിച്ച് രണ്ടാമത്തെ ന്യൂസ് ഏകദേശം 15 ബില്യൺ US ഭീമമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. സെമി കണ്ടക്ടർ പ്ലാന്റ് ചെയ്യാനായിട്ട് ഇന്ത്യ തീരുമാനിച്ചു. അപ്പോൾ എല്ലാ രാജ്യങ്ങളും സെമി കണ്ടക്ടർ പ്ലാന്റുകൾ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വളരെ മികച്ച നേട്ടമാണ്. ടാറ്റ ഗ്രൂപ്പൊക്കെ ആയിട്ട് വലിയ തോതിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാബിനറ്റ് 75,000 കോടി രൂപയുടെ സോളാർ റൂഫ് ടോപ്പ് പ്രൊജക്റ്റ് അംഗീകാരം ലഭിച്ചു, വീടിൻ്റെ മുകളിലുള്ള. അപ്പോൾ സോളാർ കമ്പനീസ് എല്ലാം തന്നെ ശ്രദ്ധിക്കുക. ജിയോനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് നിഫ്റ്റി നെക്സ്റ്റ് 50ലേക്ക് ജിയോ വരികയാണ്. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു UPയിൽ പുറത്തുപോയി ശ്രീറാം ഫിനാൻസ് നിഫ്റ്റിയിൽ അകത്തായിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉള്ളത് CLS എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി, ബ്രോക്കറിംഗ് സ്ഥാപനം ടാറ്റ മോട്ടോഴ്സിനെ സ്ലൈറ്റ്ലി ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഭീകരമായ ഡൗൺഗ്രേഡ് അല്ല, ബൈ റേറ്റിംഗിൽ നിന്ന് ഔട്ട് പെർഫോമിലേക്കാണ് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുള്ളത്. IPOയിലേക്ക് വരുമ്പോൾ GPT ഹെൽത്ത് കെയർ 216 രൂപക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട്. 16% ലിസ്റ്റിംഗ് കിട്ടി. ഗുജറാത്ത് ഗ്യാസ്, അവരുടെ ഗുജറാത്ത് ഗ്യാസ് UBS എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു റേറ്റിംഗ്. NBCCക്ക് 460 കോടി രൂപയുടെ ഓർഡർ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. മാൻ ഇൻഡസ്ട്രീസിന് 555 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് ബ്രവറേജ് കമ്പനീസ് ആൽക്കഹോളിക് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. അവരുടെ പുതിയൊരു ബിയർ കർണാടകയിൽ അവർ ലോഞ്ച് ചെയ്തു. ഇൻഡിഗോ ഏവിയേഷൻ സെക്ടറുള്ള കമ്പനി, അവർ പുതിയതായിട്ട് 6 ഡൊമസ്റ്റിക് റൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കമ്പനി. പവർ ഗ്രിഡ് കോർപ്പറേഷൻ കമ്പനി, അവരെയും ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. ഫിച്ച് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പവർ ഗ്രിഡിനെ. സ്റ്റാർ സിമെൻറ്റിന് കോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പുതിയൊരു ഓർഡർ ലഭിച്ചു. ടാറ്റ LXE അവരുടെ പുതിയ ഒരു സെമി കണ്ടക്ടർ പ്ലാന്റ് ഗവൺമെൻറ് അംഗീകാരം കൊടുത്തു. സാലറ്റ് ഹോട്ടൽ പൂനം എസ്റ്റേറ്റായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ലാൻഡ്മാർക്ക് കാറ് MG മോട്ടോഴ്സ് ആയിട്ട് ലാൻഡ്മാർക്ക് കാറ് സഹകരിക്കാനായിട്ട് തീരുമാനം ആയിട്ടുണ്ട്. CG പവർ കമ്പനി ഗുജറാത്തിലെ അവരുടെ പുതിയ പ്ലാന്റിന് ഗവൺമെൻറ് അംഗീകാരം കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ.
ഇനി നമുക്ക് മറ്റുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ആദ്യമായിട്ട് ഗ്ലോബൽ മാർക്കറ്റ് ആണ് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം ഇന്ത്യ വിക്സ് ഇന്ന് 5% ഇടിവുണ്ടായി 15.5 എന്ന നിലയിലാണ് ഇന്ത്യ വിക്സിൻ്റെ നിൽപ്പ്. MOX റഷ്യൻ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഗ്രീനിലാണ്. യൂറോപ്യൻ മാർക്കറ്റായിട്ടുള്ള UK, ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ബിറ്റ്കോയിൻ ഒരു രക്ഷയില്ലാത്ത റാലിയാണ്. ഇന്നും 4000 പോയിന്റിൻ്റെ $4000 ഒരു റാലി ഉണ്ടാക്കി 63,000 എന്ന് പറയുന്ന ബിറ്റ്കോയിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് തിരികെ എത്തി എന്നുള്ളതാണ്. $16,000 ബിറ്റ്കോയിൻ ട്രേഡ് നടത്തിക്കൊണ്ടിരിക്കുക ആയിരുന്നു ഏകദേശം ഒരു വർഷം മുമ്പ്. അതിശക്തമായൊരു റാലിയാണ് ബിറ്റ്കോയിനിൽ കണ്ടിട്ടുള്ളത്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. ജപ്പാൻ മാർക്കറ്റ് ഗ്രീനിലടച്ചു, കൊറിയ റെഡിലടച്ചു, ചൈന ഗ്രീനിലടച്ചു, ഓസ്ട്രേലിയ ഗ്രീനിലടച്ചു. ബ്രന്റ് ഓയിൽ $83.46 പെർ ബാരൽ. കൂടാതെ ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ $82.97 എന്ന നിലയിലാണ് ഇന്ത്യൻ റുപ്പീസ് ഉള്ളത്. ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $2030 പെർ ഔൺസ് എന്ന നിലയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി നെഗറ്റീവിലാണ്. 124 പോയിന്റിൻ്റെ ഒരു ഫോളോ ഡോ ഫ്യൂച്ചറിൽ കാണുന്നുണ്ട്. US മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല എങ്കിലും US ടെക്നോളജി കമ്പനീസിൽ വലിയ സിവിയർ ആയിട്ടുള്ള ഫോളോ കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നലെ US GDP ഡേറ്റ നമ്മൾ കണ്ടിരുന്നു. അതും അത്ര വലിയ തോതിൽ നെഗറ്റീവായിട്ടുള്ള ഒരു GDP ഡേറ്റ അല്ല വന്നിരുന്നത്. എനിവേ ഈ ഒരു ആഴ്ചയിൽ കൊച്ചിയിൽ വെച്ച് നമ്മളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ ഫീസിൽ ക്ലാസ് റൂമിൽ ഇരുന്ന് നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈനായിട്ട് പഠിക്കാനായിട്ട് പറ്റും. അതുകൂടാതെ തന്നെ വരുന്ന ആഴ്ചയിൽ കാലിക്കട്ടും നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ നടത്തുന്നുണ്ട്. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം, നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് വേണം. IPO ഡീറ്റെയിൽസ് വേണം, ഡിവിഡൻഡ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ആവശ്യകതയുണ്ട്. അത് നമ്മളുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബ് ഉണ്ട്. അത് നിങ്ങൾക്ക് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആപ്പ് ഓപ്പൺ ചെയ്ത് വെക്കാം. ഇനി നാളെ എക്സ്പയറി ഉള്ളത് സെൻസെക്സിൻ്റെ ആണ്. സെൻസെക്സിൻ്റെ ഈ ഓപ്ഷൻ ചെയിൻ നമുക്ക് NSEയിൽ പല ആളുകളും ഇപ്പോഴും NSEയിലെ വെബ്സൈറ്റിലാണ് ഈ സെൻസെക്സിൻ്റെ ഓപ്ഷൻ ചെയിൻ നോക്കുന്നത്. സെൻസെക്സിൻ്റെ ഓപ്ഷൻ ചെയിൻ നോക്കാനായിട്ട് BSEയുടെ ഓപ്ഷൻ ചെയിനാണ് നോക്കേണ്ടത്. അപ്പോൾ സെൻസെക്സ് ഓപ്ഷൻ ചെയിൻ അല്ലെങ്കിൽ ബാങ്ക് എക്സ് ഓപ്ഷൻ ചെയിൻ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക. അപ്പോൾ വിശദമായിട്ട് അവിടെ കാണാനായിട്ട് സാധിക്കും. എനിവേ നാളെ രാവിലെ 7:30 വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താൻ എല്ലാവർക്കും ശുഭരാത്രി.